തൃശൂരിലെ മുടിക്കോട് വൻ MDMA ലഹരി പദാർത്ഥ വേട്ട. 315 ഗ്രാം MDMAയുമായി യുവാവ് സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി. തൃശൂർ വെള്ളാങ്കല്ലൂർ സ്വദേശി നൗഫലാണ് പിടിയിലായിരിക്കുന്നത്. അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു. ഈ പറയുന്ന പിടിയിലായ വെള്ളാങ്കല്ലൂർ സ്വദേശി നൗഫലിൻ്റെ ചിത്രം ഇപ്പോൾ അനീഷ് ആന്റണി അയച്ചതെന്ന് നമ്മൾ പ്രേക്ഷകർക്കായി കാണിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു. കറുത്ത കുപ്പായം ധരിച്ച് താടി വളർത്തി നിൽക്കുന്ന ഈ വെള്ളാങ്കല്ലൂർ സ്വദേശി നൗഫൽ ചെയ്തിരിക്കുന്ന കൃത്യം എന്ന് പറയുന്നത് 315 ഗ്രാം MDMAയുമായിട്ട് ഇയാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ മുടിക്കോട്ട് നടന്ന ഈ വൻ MDMA വേട്ടയുടെ വിവരങ്ങൾ നൽകുന്നു അനീഷ് ആന്റണി. മനീഷെ, ബാംഗ്ലൂരിൽ നിന്നും അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന സമയത്താണ് തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘം, പോലീസ് സംഘം ഈ ബസ് നിന്ന് തടഞ്ഞു നിർത്തുന്നതും നൗഫലിനെ പരിശോധിക്കുന്നതും നൗഫലിന്റെ പക്കൽ നിന്നും വലിയ അളവിലുള്ള അതിമാരകമായ മയക്കുമരുന്നായ MDMA കണ്ടെടുക്കുന്നതും. അതായത് 315 ഗ്രാം MDMA ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇത് വലിയ അളവിലുള്ള ഒരു ലഹരി കടത്ത് തന്നെയാണ്. വിപണിയിൽ 1/4 കോടിയോളം രൂപ വിലമതിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്. പോലീസിന് കൃത്യമായ രഹസ്യ വിവരം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്നും അന്തർ സംസ്ഥാന ബസ്സിൽ തൃശ്ശൂരിലേക്ക് MDA കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് മുടിക്കോട് വെച്ച് ദേശീയപാതയിൽ വെച്ച് ഇത്തരത്തിൽ ബസ് പരിശോധിക്കുന്നത്. ബസ്സിൽ നിന്നും നൗഫലിന്റെ പക്കൽ നിന്നുമാണ് ഇത്തരത്തിൽ വലിയൊരു അളവിലുള്ള MDMA കണ്ടെടുക്കുന്നത്. തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്ന MDMA ആണ് പിടികൂടിയത്. തൃശ്ശൂരിൽ എത്തിച്ച് ഇത് മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മയക്കുമരുന്ന് കണ്ണികൾക്ക് വിൽപ്പന നടത്തുന്ന അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലും വലിയൊരു അളവിലുള്ള MDMA കടത്തിക്കൊണ്ടുവന്നത്. എന്തായാലും നൗഫലിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നൗഫലിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ MDMA ലഭിച്ചത്, തൃശ്ശൂരിൽ ഇത് ആർക്കെല്ലാമാണ് വിതരണം ചെയ്യുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്നാലും നൗഫലിന്റെ ഫോൺ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യക്കാരും അതുപോലെ തന്നെ ഇടനിലക്കാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ ലഭിക്കും ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും നൗഫലിനെ ഇപ്പോൾ വിശദമായി സിറ്റി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ബനീഷ്, എന്തായാലും തൃശ്ശൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും MDMA ഉപയോഗിക്കുന്ന 100 കണക്കിന് വ്യക്തികൾക്ക് സങ്കടകരമായ വാർത്തയാണ് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിൽ മുടിക്കോട് വൻ MDMA വേട്ട നടത്തിയിരിക്കുന്നു. 315 ഗ്രാം MDMAയുമായി യുവാവിനെ സിറ്റി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്നു. ഈ 315 ഗ്രാം MDMA എത്രയോ പേർക്ക് ലഹരിയായിട്ട് അവരുടെ ലഹരിയെ തൃപ്തിപ്പെടുത്തേണ്ടതായിരുന്നു. ആ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാം വലിയ നിരാശയിലായിരിക്കുന്നു. അതേസമയം ലഹരിക്കെതിരെ പോരാടുന്നവരെ സംബന്ധിച്ചിട്ട് ആഹ്ലാദകരമായ വാർത്തയുമാണ് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.